വെൽക്കം ബാക്ക്. നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഒരു ഫൈനാൻഷ്യലി എഡ്യൂക്കേറ്റഡ് അല്ല. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു കാര്യത്തിൽ നമ്മുടെ കുട്ടി നമ്മളൊരു കാര്യം ആവശ്യപ്പെടുന്നു. ആ കുട്ടി ആവശ്യപ്പെട്ട കാര്യം എന്താണ് നമ്മൾ മനസ്സിലാക്കി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ ഒരു 8500 രൂപയുടെ ഒരു കാര്യമാണ്. ആവശ്യപ്പെട്ടത് ഒരു 7 വയസ്സുകാരനാണെങ്കിൽ 8 വയസ്സുകാരനാണ്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ 8 വയസ്സുകാരൻ ഒരിക്കലും 7500 രൂപയുടെ ആ കാര്യം വാങ്ങിക്കൊടുക്കേണ്ടതില്ല. അപ്പോൾ അവൻ ആവശ്യപ്പെട്ടത് അവന് വേണ്ടതിൻ്റെ എത്രയോ അപ്പുറത്തുള്ളൊരു കാര്യം. അതിൻ്റെ പ്രചോദനം മറ്റു കൂട്ടുകാരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്തോ ആയിരിക്കും, അതെന്തോ ആവട്ടെ. ഇവിടെ നമ്മുടെ മക്കൾക്ക് പണത്തിൻ്റെ മൂല്യം അവർക്ക് മനസ്സിലാവുന്നില്ല. 8500 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2000 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1,00,000 എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, ഇത് എങ്ങനെ ഉണ്ടാവുന്നതാണ് എന്ന ഒരു മൂല്യം നമ്മുടെ മക്കൾക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷനാണ്. ഇത് മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ 2000 രൂപയാണെങ്കിൽ 500 രൂപയാണെങ്കിലും എത്ര വലിയ കോടീശ്വരനാണെങ്കിൽ പോലും മക്കൾക്ക് ഫൈനാൻഷ്യലി ഒരു ബോധം വേണം, വാല്യൂ വേണം. പണം ഉണ്ടാവുക ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല. ബോധമില്ലാത്തവൻ്റെ കയ്യിൽ പണം വന്നു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകും. സരസ്വതി വന്നതിന് ശേഷം മാത്രം ലക്ഷ്മി വരണം. സരസ്വതി വരാതെ ലക്ഷ്മി വന്നു കഴിഞ്ഞാൽ സരസ്വതിയും പോകും ലക്ഷ്മിയും പോകും എന്ന് പറയാറുണ്ട്. എന്താ കാരണം? സരസ്വതി എന്ന് പറയുന്നത് വിദ്യാഭ്യാസവുമായി കണക്റ്റഡാണ്. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്, അത് സമ്പത്തിനെയാണ്. അപ്പോൾ എങ്ങനെയാണ് സമ്പത്ത് മാനേജ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ഒരാളുടെ കയ്യിൽ സമ്പത്ത് വന്നാൽ അത് മിസ്മാനേജ് ചെയ്യപ്പെടുന്ന ഉറപ്പാണ്. പുതിയ കുടുംബത്തിൽ ചെറിയ കുട്ടികൾ ചോദിക്കും, അതിന് 2500 രൂപയല്ലേ ഉള്ളൂ, എന്താ പ്രശ്നം? 2500 രൂപയല്ലേ ഉള്ളൂ പ്രശ്നമെന്നും ചോദിക്കുന്ന കുട്ടിയുടെ പിതാവിന് ആകെ ശമ്പളം 18,000. ഈ 18,000-ൽ നിന്ന് 2,500 ഒരു തവണ 2,500, മറ്റൊരു കാര്യത്തിന് 5,000, വേറൊരു കാര്യത്തിന് 4,500. ഈ കുട്ടിക്ക് വാല്യൂ മനസ്സിലാവുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികളോട് നോ പറയേണ്ട സമയത്ത് നോ തന്നെ പറയണം. വാങ്ങിക്കൊടുക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും വാങ്ങിക്കൊടുക്കണം. ഈ വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് തന്നെ അവൻ പറഞ്ഞ് അതേ ബ്രാൻഡ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അതെന്തുകൊണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുന്നത്, എനിക്ക് ഇപ്പോൾ ഇത്ര പ്രായമാണായത്, അതിന് അനുയോജ്യമായ നല്ലൊരു സാധനം വാങ്ങിത്തരും എന്ന് പറഞ്ഞ് അതേ സാധനം വാങ്ങിക്കൊടുക്കുക. ഇപ്പോൾ ഒരു വാച്ച് പറയുകയാണെങ്കിൽ കുട്ടി പറയുന്ന വാച്ച് നമ്മൾ നോക്കുമ്പോൾ 10,000 രൂപയുടെ വാച്ചാണ്. അതേ നമ്മൾ നോക്കുമ്പോൾ അതേ സാധനം 700 രൂപക്ക് അതേപോലെ, പക്ഷേ അതിൻ്റെ കോപ്പി ആയിരിക്കും. ആ കുട്ടിക്കത് മതി. ആ കുട്ടിയുടെ റഫ് യൂസേജിനും അത് കീപ്പ് ചെയ്യാമെന്ന് അറിയാത്തൊരു പ്രായമൊക്കെ ആയിരിക്കും, അതിനത് മതിയാകും. അവിടെ 10,000 കടം വാങ്ങിയിട്ട് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതില്ല. അപ്പോൾ ആ കുട്ടിക്ക് മൂല്യം ബോധ്യപ്പെടും. അങ്ങനെ ഓരോ കൊച്ചു കാര്യങ്ങളിലും, ചെറിയ 1 രൂപയുടെ വിഷയത്തിലും 5 രൂപയുടെ വിഷയത്തിൽ പോലും മൂല്യം എന്താണ് എന്നുള്ളത് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ സാമ്പത്തികമായ ജീവിതത്തിൽ മുഴുവനും തകരുന്ന, മൂല്യബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് അവർ വളരുന്നതായിരിക്കും.